മീൽ പ്രെപ്പ് അതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് തന്നെയാണ്. പക്ഷെ അതൊരു പേഴ്സണൽ ചോയ്സും കൂടെ അല്ലേടോ. എനിക്കറിയാം ചില കുലസ്ത്രീമാർക്ക് ഈ ഒരു പ്രതിഭാസം അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. കുറേ പേർക്കുണ്ടല്ലോ കൺഫ്യൂഷൻ കാണും, ഇത് ഇങ്ങനെ കഴിച്ചാൽ സേഫ് ആണോ, ആരോഗ്യത്തിന് നല്ലതാണോ എന്നൊക്കെ. പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചോണ്ടല്ലോ ഈ മീൽ പ്രെപ്പിനെ പോലത്തെ അടിപൊളി സാധനം വേറെ ഒന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു സുഖം നമ്മൾ അറിഞ്ഞോണ്ടല്ലോ പിന്നെ നമ്മൾ പുറകിലോട്ട് പോകില്ലടോ. നമുക്ക് മീൽ പ്രെപ്പ് 2 തരത്തിൽ ചെയ്യാം കേട്ടോ. ഒന്ന്, നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒക്കെ എടുത്ത് വെക്കുക. 2, നമ്മളിങ്ങനെ പച്ചക്കറികളൊക്കെ എടുത്ത് കഴുകി നന്നായിട്ട് ഉണക്കി മുറിച്ച് അരിഞ്ഞ് സിപ്പ് ലോക്കിനകത്ത് എയർടൈറ്റ് ആക്കി അങ്ങനെ ഫ്രീസറിനകത്ത് വെക്കുക. മീനും ഇറച്ചിയൊക്കെ നമുക്ക് മുറിച്ച് ഇങ്ങനെ മസാലയൊക്കെ തേച്ച് നമുക്കിങ്ങനെ പല സിപ്പ് ലോക്കിലൊക്കെ ആക്കി ഇങ്ങനെ വെച്ചാൽ മതി. ഞാൻ എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെ 2 രീതിയിലും ഇങ്ങനെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പച്ചക്കറികൾ ഇങ്ങനെ അരിഞ്ഞു വെക്കുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ തുടച്ചിട്ട് വേണം നമ്മൾ അരിഞ്ഞു വെക്കാൻ. വെള്ളമായി ഒട്ടും പാടില്ല. 2, നമുക്ക് എത്രയാണോ ആവശ്യം അത്രമാത്രം നമ്മൾ അരിഞ്ഞ് നമുക്ക് സിപ്പ് ലോക്കിനകത്ത് എടുത്ത് വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു സംഭവം സെറ്റ് ആയാലുണ്ടല്ലോ പിന്നെ നമ്മൾ ഈ ഡെയിലി ബേസിസിൽ എടുക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിവായി കിട്ടും. ഇങ്ങനെ 1 മിനിറ്റിൽ അവസാനിപ്പിക്കേണ്ട ടോപ്പിക് അല്ല കേട്ടോ ഈ മീൽ പ്രെപ്പ്. ഇതിന്റെ ടിപ്പും ട്രിക്സും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരി, വേറൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാമേ.